ലോകരാഷ്ട്രീയത്തിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. അമേരിക്കൻ ഐക്യനാടുകൾ നൽകിയ അന്ത്യശാസനത്തെ പുല്ലുവില കൽപ്പിച്ച് തള്ളിക്കളഞ്ഞ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നടപടി ആഗോളതലത്തിൽ പുതിയൊരു ശക്തി സമവാക്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. വൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യം ലോകത്തെ അത്ഭുതപ്പെടുത്തുമ്പോൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് പേർഷ്യൻ പോരാളികളെന്ന് വ്യക്തമാകുന്നു. ഇറാൻ വെറും ഒരു വാക്കേറ്റത്തിനല്ല തയ്യാറെടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ടെഹ്റാനിലെ ബെഷ്ദ സഹ്റ സെമിത്തേരിയിൽ നിന്നുള്ള വാർത്തകൾ. സംഘർഷമുണ്ടായാൽ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെ സംസ്കരിക്കുന്നതിനായി അവിടെ പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന വാർത്ത ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹറാണ് പുറത്തുവിട്ടത്. ഇത് അമേരിക്കൻ സൈന്യത്തിന് നൽകുന്ന കടുത്ത മുന്നറിയിപ്പാണ്. ഇറാൻ മണ്ണിൽ കാലുകുത്തുന്ന ഏതൊരു അധിനിവേശ സേനയ്ക്കും മടക്കയാത്ര ശവപ്പെട്ടിയിലായിരിക്കുമെന്ന കൃത്യമായ സന്ദേശം ഇതിലുണ്ട്. ഒരു സൈനിക ശക്തി എന്ന നിലയിൽ ഇറാന്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് ഈ നടപടി ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. സുന്നി ഷിയ ഭിന്നത ഉപയോഗിച്ച് മുസ്ലിം രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് ലാഭം കൊയ്യാമെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തന്ത്രത്തിന് ഇക്കുറി കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായ അലി ലാരിജനി സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടിരുന്നു. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഏത് മണ്ണിലും തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഗൾഫ് രാജ്യങ്ങൾ ഗൗരവകരമായി എടുത്തു കഴിഞ്ഞു. ഇതിനെ തുടർന്ന് തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇറാനെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് ഈ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചത് ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായി മാറി. അറബ് ലോകം ഇറാന്റെ പക്ഷത്തേക്ക് ചായുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിനേൽക്കുന്ന വലിയ ആഘാതമാണ്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നു എന്ന് ആരോപിച്ച് മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞാണ് അമേരിക്ക ഇടപെടാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിലെ കാപട്യം ലോകത്തിന് മുന്നിൽ വ്യക്തമാണ്. ഇസ്രയേൽ ഗാസയിൽ നടത്തിയ വംശഹത്യയിൽ 1,00,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോൾ മൗനം പാലിച്ച അമേരിക്കയ്ക്ക് ഇറാന്റെ കാര്യത്തിൽ മനുഷ്യാവകാശം പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഇസ്രയേലിന്റെ കൈവശമുള്ള ആയുധങ്ങൾ ഭൂരിഭാഗം നൽകുന്നതും ഇസ്രയേലിന്റെ ഓരോ അതിക്രമത്തെയും ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതും അമേരിക്കയാണ്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി ഇറാൻ ഒരു ആണവ ശക്തി ആകരുതെന്ന ജൂത അജണ്ട നടപ്പിലാക്കാനാണ് വാഷിംഗ്ടൺ ഇന്ന് യുദ്ധക്കപ്പലുകൾ അയക്കുന്നത്. ഗാസയിലെ രക്തച്ചൊരിച്ചിലിന് കൂട്ടുനിന്നവർക്ക് ഇറാന്റെ കാര്യത്തിൽ ധാർമ്മികത പ്രസംഗിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ ഇറാന്റെ ആദ്യ തിരിച്ചടി ഇസ്രയേലിന് നേരെ ആയിരിക്കുമെന്നതും വ്യക്തമാണ്. ടെൽ അവീവിനെ ലക്ഷ്യമാക്കി ആയിരക്കണക്കിന് മിസൈലുകൾ പായുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിയില്ല. ഇറാൻ സൈന്യത്തിനൊപ്പം മേഖലയിലെ സായുധ സംഘടനയായ ഹൂതികളും ഹിസ്ബുള്ളയും കൂടി കളം നിറഞ്ഞാൽ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നടിയും. ഡ്രോൺ യുദ്ധമുറയിൽ അഗ്രഗണ്യനായ ഇറാൻ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ പോലും കടലിന്റെ അടിത്തട്ടിൽ എത്തിക്കാൻ ശേഷിയുള്ളവരാണ്. വിജയം ആരുടെ ആയാലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഏൽക്കുന്ന പരിക്ക് ഒരിക്കലും നികത്താനാവാത്തതായിരിക്കും. ഇറാൻ ഒരിക്കലും വെനേസ്വലയോ ഇറാഖോ അല്ല. ഭൂമിശാസ്ത്രപരമായ കവചം ഇറാന്റെ സൈനിക ശക്തിക്ക് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. മലനിരകളും ദുർഘടമായ പാതകളും നിറഞ്ഞ ഇറാൻ മണ്ണിൽ ഒരു കരയുദ്ധം നടത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും. മാസശമ്പളത്തിന് സേവനം ചെയ്യുന്ന അമേരിക്കൻ സൈനികർക്ക് പേർഷ്യൻ പോരാളികളുടെ വീര്യത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിയറ്റ്നാമിൽ അന്ന് അമേരിക്ക അനുഭവിച്ച പരാജയത്തിന്റെ പുതിയ പതിപ്പായിരിക്കും ഇറാന്റെ യുദ്ധമുഖത്ത് അവർക്ക് കാണേണ്ടി വരിക. അമേരിക്കൻ സൈനിക നേതൃത്വം തന്നെ പ്രസിഡന്റിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾ ബോംബിട്ട് തകർക്കാനുള്ള നീക്കങ്ങൾ മുൻപും പരാജയപ്പെട്ടിട്ടുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഇറാന് നേരെ പുതിയൊരു ആക്രമണം നടത്തിയാലും അത് പൂർണ്ണമായും ലക്ഷ്യം കാണില്ല. അമേരിക്കയ്ക്ക് കൊടുത്തു മാത്രം ശീലമുള്ളതിനാലാണ് ഇത്രയും അഹങ്കാരം. എന്നാൽ തിരിച്ചടി നൽകാൻ ഉറച്ചു നിൽക്കുന്ന ഇറാനെ പോലൊരു രാജ്യം ആഗോള മേധാവിത്വത്തിന് തന്നെ ഭീഷണിയാണ്. ഇറാനോട് രാഷ്ട്രീയമായി എതിർപ്പുള്ള രാജ്യങ്ങൾ പോലും ഇന്ന് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി ലഭിക്കണമെന്ന് രഹസ്യമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാം. നാറ്റോ രാജ്യങ്ങളും ഇസ്രയേലും ഒരു വശത്തും റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷ പിന്തുണയോടെ ഇറാൻ മറുവശത്തും നിലയുറപ്പിച്ചാൽ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകരും. എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ലോകരാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കും. അമേരിക്കയുടെ ലോക മേധാവിത്വത്തിനേൽക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും വലിയ പ്രഹരം ഇറാനിൽ നിന്നായിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. യുദ്ധം ആർക്കും ഗുണകരമല്ല. എന്നാൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നത് സ്വാഭാവികമാണ്. ഇറാൻ ഇന്ന് ചെയ്യുന്നതും അതാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ ഇറാൻ ഉയർത്തുന്ന ശബ്ദം പശ്ചിമേഷ്യയിലെ മാറ്റത്തിന്റെ കാഹളമാണ്. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇറാന് വലിയ നഷ്ടങ്ങൾ വരുത്തി വെച്ചേക്കാം. പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാൻ ആ ചോരപ്പുഴയ്ക്ക് കരുത്തുണ്ടാകും. വെനസ്വേലയിലെ നിക്കോളാസ് മഡുറോയെ പോലെയല്ല അയത്തുള്ള അലി ഖമേനി എന്ന സത്യം ട്രംപ് വൈകാതെ തന്നെ തിരിച്ചറിയും.